ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ ആരാധനയിൽ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടല്ലോ. അതിൽ മിക്ക ഗാനങ്ങളും രചിക്കപ്പെട്ടത് ആ രചയിതാക്കളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ അവർ കടന്നുപോയപ്പോഴാണ്. ഇന്നും അനേകർ ജീവിതങ്ങൾക്ക് ആശ്വാസമായി നമ്മൾ പാടിയ ആരാധിക്കുന്നതും ആശ്വസിക്കുന്നതുമായ ഗാനങ്ങൾ രചിച്ച അനുഗ്രഹീതമായ ഗാനരചയിതാക്കളുടെ ചില ഗാനങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ബ്രദർ സുനിൽ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എന്ന ഗാനം രചിച്ചത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? സാധു കൊച്ചുണ്ണി ഉപദേശം എല്ലാവർക്കും വളരെ. എന്നാൽ ഈ ഗാനം രചിച്ചതിൻ്റെ സന്ദർഭം എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന പല അനുഭവങ്ങളിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞ ഗാനമാണ് എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ. ഉപദേശി സുവിശേഷവേല നിമിത്തം തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ക്രമപരമായി നോക്കാൻ സാധിക്കാതെ വന്ന അവസരത്തിൽ താൻ എന്നും സുവിശേഷവേലയ്ക്ക് വേണ്ടി പോകുന്ന നിമിത്തം വീട്ടിലെന്നും പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് മാറി. അങ്ങനെ ജീവിതം കടന്നു പോകവേ അദ്ദേഹത്തിന് ഒരു മകൻ രോഗബാധിതനായിട്ട് മരണപ്പെടുവാനിടയായി. ഈ അവസരത്തിലും അദ്ദേഹം അതിനുശേഷവും താൻ തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നില്ല, അല്ലെ ക്രമീതമായിട്ട് പോകുന്നില്ല എന്ന് തോന്നിയ അവസരത്തിൽ തൻ്റെ ഭാര്യ പിതാവ് വീട്ടിൽ വന്നിട്ട് തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. ഈ അവസരത്തിൽ അദ്ദേഹം വളരെ വിഷമത്തോടെ ആണെങ്കിലും തൻ്റെ കുടുംബത്തെക്കാൾ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് താൻ ഇപ്രകാരം പാടി: ആരും എനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ, മാനസത്തിൽ ആദി പൂണ്ട് ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ഈ ഗാനം നമുക്കൊന്ന് ശ്രമിച്ചാൽ. ആരുമേനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നു എന്നോ. ആരുമേനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നു എന്നോ. മാനസത്തിൽ ആദി പൂണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോണി തന്നിൽ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം
ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാനീ ചോടി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ജോബിച്ചാൻ്റെ നാട് നെടുമ്പറത്താണ്. നെടുമ്പറത്ത് വന്ന് താമസിക്കുന്ന ഒരു ദൈവദാസനാണ് JV പീറ്റർ. അദ്ദേഹം ഇന്നത്തെ പെന്തക്കോസ് സമൂഹത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പഴയ കൺവെൻഷനിലൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും വായിക്കാറില്ലായിരുന്നു. അവിടെ എല്ലാം നമ്മുടെ തമ്പേർ മാത്രമേ ഉള്ളായിരുന്നു പഴയ കാലങ്ങളിൽ. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി ആധുനിക സംഗീത ഉപകരണങ്ങളുടെ പശ്ചാത്തലം ഒരുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിന്ന ഒരു ദൈവദാസനാണ് JV പീറ്റർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലം തുടക്കം, കേരളത്തിലെ പ്രവർത്തനത്തിൻ്റെ തുടക്കം, താനൊരു ക്യാൻസർ രോഗിയായിരുന്നു. ബോൺ ക്യാൻസറിനാൽ ബാധിതനായി മരണത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ച് രോഗസൗഖ്യത്തോടുകൂടി താൻ കേരളത്തിലേക്ക് വന്ന് തൻ്റെ സുവിശേഷ വേല തുടങ്ങിയ സമയത്ത് അദ്ദേഹം ചങ്ങനാശ്ശേരി അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അത് 1978-79 കാലഘട്ടത്തിലാണ്. അദ്ദേഹം അവിടെ താമസിക്കുമ്പോൾ തുടക്ക സമയമാണ്. ഒരു ഇടവപ്പാതി മഴക്കാലം. ഈ മഴക്കാലത്ത് അധികം പ്രോഗ്രാമുകളൊന്നുമില്ല. സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് വീട്ടിൽ സിസ്റ്റർ നിർമ്മലയ്ക്കും തൻ്റെ കുഞ്ഞിനും പീറ്ററിൻ്റെ മാതാവിനും ഒക്കെ പനിയാൽ വളരെയധികം ഭാരപ്പെട്ടു. അവരിങ്ങനെ പനിയാൽ ഭാരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം പ്രയാസത്തിലായി. കയ്യിൽ പൈസയില്ല. ഇപ്പുറത്ത് നോക്കുമ്പോൾ രോഗബാധ. വളരെയധികം കഷ്ടത്തിലൂടെ കടന്നുപോയ ആ സമയത്ത് അദ്ദേഹം തൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, എന്തുകൊണ്ട് ഇങ്ങനെ പരിശോധനകൾ എന്നെ നേരിടുന്നു? ഈ സമയത്ത് അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. ഒരു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വരികളാണ് തിരുക്കരത്താൽ വഹിച്ചു എന്നെ എന്ന ഗാനം. അതെ, യേശു നമ്മുടെ പടകിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പടകിലുണ്ടെങ്കിൽ എത്ര ഓളങ്ങൾ നമ്മൾക്കെതിരെ ആഞ്ഞടിച്ചാലും സുരക്ഷിതമായി നമ്മെ അക്കരെ എത്തിക്കുവാൻ കഴിയും എന്ന ഉറപ്പിൽ അദ്ദേഹം പാടി, ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്, ചേർന്നിടുമേ വാനം മതി. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം. ആഴിയതിൻ
യേശുവുണ്ട് ചേർത്തിടുമേ ഭവനമതിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട് ചേർത്തിടുമേ ഭവനമതിൽ തിരുക്കരത്താ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം പണിയണമേ. ബ്രദർ ദിജോ, നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു ഗാനമാണ് എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി എന്ന പ്രത്യാശ ഗാനം. ഇത് രചിച്ചത് വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എന്ന ആളാണ്. ഒരിക്കൽ പത്തനംതിട്ട ജില്ലയിൽ ഉദിമൂട് എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ഈ വേട്ടമല ഉപദേശിയും അവിടെ കൺവെൻഷൻ കേൾക്കാനായിട്ട് പോയിട്ടുണ്ട്. അന്ന് അവിടെ പ്രസംഗിക്കുന്ന മുഖ്യ പ്രാസംഗികൻ സാധാരണയായിട്ട് നമ്മുടെ ആരാധനകളിലൊക്കെയാണ് സാക്ഷ്യത്തിനുള്ള അവസരമുള്ളത്. എന്നാൽ ആ കാലങ്ങളിൽ ആദ്യ പെന്തക്കോസ് കാലഘട്ടത്തിൽ കൺവെൻഷനുകളിലാണ് ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നാൽ സാക്ഷ്യം പറയുക. ഇങ്ങനെ ഇദ്ദേഹം മുഖ്യ പ്രാസംഗികൻ അവർക്ക് സാക്ഷ്യത്തിനുള്ള അവസരം കൊടുത്തപ്പോൾ ഈ വേട്ടമല ഉപദേശിയും എഴുന്നേറ്റത്. ഇത് കണ്ടപ്പോൾ മുഖ്യ പ്രാസംഗികൻ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചു: പുള്ളിപ്പുലിയുടെ പുള്ളിയും കൂശ്യൻ്റെ കറുപ്പും മാറില്ല, കറുത്തവനായ നീ എന്തു പറയാനാണ്? ഇത് കേട്ട വേട്ടമല അതീവ ദുഃഖിതനായി, താൻ സമൂഹ മധ്യത്തിൽ അപമാനിതനായി, തൻ്റെ നിറത്തിനെ വെച്ചിട്ട് അപമാനിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അതിനോട് ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായെങ്കിലും തന്നിലുണ്ടായിരുന്ന ദൈവഭക്തി, ആ തീഷ്ണത മൂലം താൻ ചാടി എഴുന്നേറ്റ് അവിടെ നിന്നിട്ട് അദ്ദേഹം പാടി: നീതിയിൻ സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ എൻ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ട് എന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. പരിഹാസം നിറഞ്ഞ ചോദ്യത്തിന് മുന്നിൽ ആടിപതറാതെ തൻ്റെ വിശ്വാസത്തെ താൻ പ്രഖ്യാപിക്കുകയും ഹൃദയത്തിൽ ദൈവം കൊടുത്ത ഈ വരികൾ അവിടെ വെച്ച് പാടുകയും ചെയ്തു. വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലിനെ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ നിശബ്ദനാക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയും കൂടെയാണ്. വിശ്വാസ സമൂഹം എന്നും ഏറ്റുപാടുന്ന എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ എന്ന ഗാനം നമുക്ക് വേണ്ടി പാടാം.
പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നീളം മാറിയിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നീളം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ വേഗത്തിൽ വരും. താമസമെന്നിയെ വേഗത്തിൽ വരും. താൻ കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൽ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ബ്രദർ ഷാജൻ, നമ്മൾ കൊച്ചു ജ്യോതിഷയുടെ ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. ഒരു ദിവസം കൊച്ചു ജ്യോതിഷി തൻ്റെ പതിവ് പോലെ താൻ സുവിശേഷ വേലയ്ക്കായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മുമ്പേ പറഞ്ഞല്ലോ, എന്നും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയാണ്. ഈ ഭക്ഷണം ഇല്ല എന്നുള്ളത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അദ്ദേഹം തൻ്റെ വീടിനടുത്തുള്ള കടവിലേക്ക് ചെന്നപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാർ ഇദ്ദേഹത്തെ പരിഹസിക്കാനായിട്ട് ഇരിക്കുക. അവർ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഉപദേശി, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്, മൂത്താമ്പാക്കൽ വന്നാൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉപദേശി അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി തൻ്റെ ഭാര്യയായ ഏലിക്കുട്ടിയോട് പറഞ്ഞു, ഇവർക്ക് ഭക്ഷിപ്പാൻ എന്തെങ്കിലും കൊടുക്കണം. ആ പാവം സ്ത്രീ വീട്ടിലൊന്നും ഭക്ഷണമില്ലാതിരിക്കുന്നത് കാരണം നിസ്സഹായതയോടെ അദ്ദേഹത്തെ നോക്കി. അപ്പോൾ ഈ കൂടെ വന്ന ചെറുപ്പക്കാർക്ക് മനസ്സിലായി ഇവരുടെ വീട്ടിലൊന്നുമില്ല. അവർ തമ്മിൽ പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പരിഹസിച്ചു. ഈ സമയത്ത് അവിടെ ഒരു ശബ്ദം കേട്ടു, മൂത്താമ്പാക്കൽ കൊച്ചുഞ്ഞുപദേശിയുടെ വീട് ഏതാണ് എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു. ഇത് കേട്ട ഉപദേശിയും ആ ചെറുപ്പക്കാരും കടവിങ്കിലേക്ക് പോയി. കടവിൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ വള്ളത്തിൽ കുറേ സാധനങ്ങളുമായിട്ട് വരികയാണ്. ഇദ്ദേഹം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്, മൂത്താമ്പാക്കൽ ഉപദേശിയുടെ വീട് എവിടെയാണെന്ന്. അപ്പം ഉപദേശി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാണ് മൂത്താമ്പാക്കലെ ഉപദേശി. അപ്പോൾ സന്തോഷത്തോടെ ആ സഹോദരൻ അവിടെ വള്ളം അടുപ്പിച്ചിട്ട് അവിടെ കൂടെ വന്ന ഈ ചെറുപ്പക്കാരായ അവരോട് പറഞ്ഞു, ഈ സാധനങ്ങൾ ഇറക്കുക, എൻ്റെ മുതലാളി ഉപദേശിക്ക് തരാനായിട്ട് തന്നുവിട്ട സാധനങ്ങളാണിതെല്ലാം. അങ്ങനെ ഈ സാധനങ്ങളുമായിട്ട് അവർ വീട്ടിൽ ചെന്ന് ഉപദേശി തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇവർക്ക് ഇത് പാകം ചെയ്തു കൊടുക്കുക. അങ്ങനെ അവർ ഭക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അവസരത്തിൽ ദൈവം തൻ്റെ നാവിൽ കൊടുത്ത ഗാനമാണ്, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ കനിഞ്ഞെന്നെ ഒന്നും ഓർത്തിടുന്നു. ഈ ഗാനം നമുക്ക് വേണ്ടി പാടാം.
എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ബ്രദർ ഷിബു, ഇവാഞ്ചലിസ്റ്റ് ജെ പീറ്ററിൻ്റെ ഒരു അനുഗ്രഹീതമായ ഗാനം നമുക്ക് കേട്ടു. അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ നിന്നും ജോബിച്ചാൻ്റെ നാടായ നെടുമ്പുറത്ത് വന്ന് താമസമാക്കിയ സമയം ട്രൂപ്പ് ഗോസ്പൽ ട്യൂണേഴ്സ് എന്ന ട്രൂപ്പ് ഉണ്ടാക്കി. അവർ വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശമൊക്കെ എല്ലാം സെറ്റിലായി പോകുന്ന സമയത്ത് ആത്മപ്രേരണയാൽ അദ്ദേഹം താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ എന്ന ഗാനം എഴുതി. ഈ ഗാനം ഞാൻ പറഞ്ഞല്ലോ, ഈ ഗാനം എഴുതുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വളരെ സ്മൂത്തായിട്ട് പോകുന്ന സമയമാണ്. ഇത് എഴുതി കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ നിർമ്മലയുടെ പിതാവ് അദ്ദേഹം ഒരു സുവിശേഷകനാണ്. അദ്ദേഹം ഒരു യോഗത്തിന് പോകവേ ഒരു അപകടത്തിലൂടെ നിത്യതയിലേക്ക് ചേർക്കും. തൻ്റെ പിതാവിൻ്റെ ആകസ്മികമായി ഉണ്ടായ വേർപാട് അവരെ വളരെയധികം തകർത്തു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം കരുതുന്ന വിധം അവരെ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ ദൈവ മനുഷ്യനിൽ കൂടെ ദൈവം നൽകിയ വരികളാണ് കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാം മേടുകളും, മരണത്തിൻ കൂരിലിൽ താങ്ങും കരങ്ങളും. ഈ ഗാനം നമുക്കൊന്ന് ശ്രമിക്കാം. കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാം മേടുകളും, കണ്ണുനീരിൻ താഴ്വരകൾ, അതിഘോരമാം മേടുകളും, മരണത്തിൻ കൂരിരുളിൽ താ
കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഇതുവരെ ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.